ഹേ ഗൈസ്, അപ്പൊ ഇന്ന് എന്റെ അനിയന്റെ കെട്ടുന്നവരെയാണ് കേട്ടോ. അപ്പൊ രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വട ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വടക്കാഞ്ചേരി വരെ ഞാൻ വട വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായി. അപ്പൊ ഈ കടയുടെ അടുത്തായിട്ടായിരുന്നു കേട്ടോ ഞാൻ മുന്നേ പഠിച്ച എന്റെ സ്കൂൾ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ പിള്ളേരൊക്കെ ബാഗൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് നൊസ്റ്റാൾജി അടിച്ചു ഗൈസ്. അങ്ങനെ കുറച്ച് ഓർമ്മകളൊക്കെ കൈവറുത്ത് ഞാൻ വടയും കൊണ്ട് സേഫായി വീട്ടിലേക്ക് എത്തി ഗൈസ്. എന്നെ നോക്കി ഒരു ലോഡ് പുച്ചിട്ടിരിക്കണത് ആരാന്നറിയൂ ഗൈസ്? ഇതാണ് എന്റെ അച്ഛമ്മ. എങ്ങനെയുണ്ട് കുട്ടി, സുന്ദരി അല്ലേ? അയനോ. അങ്ങനെ അച്ഛമ്മോട് 10 തള്ളൊക്കെ തള്ളിയിരുന്നപ്പോഴത്തേനും പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഗൈസ്. പൂജയുടെ സമയത്ത് പൂജ ചെയ്യണ മാമൻ പിള്ളേരുടെ കയ്യിൽ ശംഖ് ഊതാൻ വേണ്ടി കൊടുത്തു. ഇവർക്കുണ്ടോ അറിയണത് ഊതാൻ? കുറെ തിരിച്ചും മറിച്ചും കഷ്ടപ്പെട്ട് ഊതാനൊക്കെ നോക്കിയെങ്കിലും പക്ഷെ ഒന്നും അങ്ങോട്ട് ഏറ്റില്ല ഗൈസ്. ഒന്നും അങ്ങോട്ട് ഏക്കാണ്ടായപ്പോ അവർ യൂട്യൂബ് നോക്കി പഠിക്കാൻ വരെ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് നേരത്തെ ട്രൈന് ശേഷം അവരത് പഠിച്ചു ഗൈസ്. എൻഡിങ് അത്ര സുഖമായില്ലെങ്കിലും അവർ അത്രയെങ്കിലും ചെയ്തുല്ലോ. അങ്ങനെ എന്റെ വീട്ടിലെ കെട്ടുന്നത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത വീട്ടിലേക്ക് പോയി. ഇവര് നാട്ടിൽ കുറെ പേര് ഒരുമിച്ചാണ് പോണത്. അങ്ങനെ കെട്ടുന്നതുള്ള വീട്ടിലൊക്കെ പോയി ഞാൻ എന്റെ സാന്നിധ്യം അറിയിച്ച് തിരിച്ചു വന്നു ഗൈസ്. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട് നേരായി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം നമ്മൾ അമ്പലത്തിലോട്ടാണ് പോയത്. അവിടെ പോയി തേങ്ങയെല്ലാം ഉടച്ച് ഇവരെ വണ്ടിയിലൊക്കെ കീറ്റി തട്ടാ ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു ഗൈസ്. അപ്പൊ ഇന്നത്രേ ഉള്ളൂ. ബൈ ഗൈസ്.